വീണ്ടും പിണറായി വിജയൻ തന്നെ ഭരണത്തിൽ വരണം എന്നാണോ ആഗ്രഹം? വരാൻ പാടില്ല. അതും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആൾക്ക് അഴിമതിയും ഗുണ്ടായിസല്ല വേറെ ഒന്നും അറിയില്ല. ലാവ്ലിംഗ് കേസ് എന്താണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല. അഴിമതിയും ഗുണ്ടായിസല്ല വേറെ ഒന്നും പുള്ളിക്കറിയില്ല. ഒരിക്കലും പുള്ളി വേറെ അതിന്റെ ആറട്ടണൻ ആലോചിക്കണം, ഗുരുതരമായ ആരോപണങ്ങളാണ്. ഉള്ള കാര്യമാണ്. ഉള്ള കാര്യം ഉള്ളവർ പറയും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആള് ഇപ്പൊ ഉള്ളത് വെച്ച് കുറച്ച് കേപ്പബിൾ ആണ്, കഴിവുള്ള ആളാണ്. ആൾക്കാർക്ക് പേടിയലുണ്ട്. പക്ഷെ അത് ആള് പോരാ. ആ പിണറായി വിജയൻ അല്ലെങ്കിൽ പിന്നെ ആരാണ് അടുത്ത? എനിക്ക് തോന്നുന്നത് ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭവിയാണെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഇനി കോൺഗ്രസ് വരേണ്ടത്. വി ഡി സതീശൻ കുഴപ്പമില്ല. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവോ? പക്ഷെ രമേശ് ചെന്നിത്തല വി ഡി സതീശനോട് എങ്ങനെ അടിയാണ്. രമേശ് ചെന്നിത്തലക്കാളും ജെന്യൂൻ വി ഡി സതീശൻ തന്നെയാണ്. രമേശ് ചെന്നിത്തല കർണാടക കൂടെ നടന്ന് പറ്റിച്ച ആളാണ്. എന്താണ്? കർണാടക കൂടെ നടന്ന് പണി വെച്ച ആളാണ്. എന്ത്? രമേശ് ചെന്നിത്തല മറ്റേ കർണാടക പണി വെച്ച ആളാണ്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റാവുന്ന ആളല്ല. പക്ഷെ വി ഡി സതീശൻ ഉള്ളവർ ഭേദം. ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭവിയാണ്. പക്ഷെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റോട് യോജിപ്പില്ല. പക്ഷെ ഈ പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റോട് താല്പര്യമില്ല എന്നൊക്കെ എല്ലാരും കുറെ പറയണ കേൾക്കാം. പക്ഷെ കമ്മ്യൂണിസം എന്ത് തെറ്റ് ചെയ്തു? ഇതിനെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു മതം പോലെ മാറുകയാണ്. അല്ല, പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഇന്ന് EMSനോ കാറൽ മാർക്സിനോ വിമർശിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ ഉണ്ടാവില്ല. ആ ഒരു ഇൻടോളറൻസ് അവർ കാണിക്കുന്നു. അല്ല, ഞാൻ പറയട്ടെ, അതായത് സത്യം പറഞ്ഞപ്പോൾ എന്നെ ഇന്നോവ കാറിലൊന്ന് അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായി. എന്താണ്? ഇന്നോവ കാറിൽ വന്ന് അറ്റാക്ക് ചെയ്യുമോ? ആര്? കമ്മ്യൂണിസ്റ്റുകാരോ? കാരണം പുതിയ കമ്മ്യൂണിസ്റ്റുകാര് കള്ളം ശരിയല്ല പറഞ്ഞപ്പോൾ ഞാൻ ഇന്നോവ കാറിലൊന്ന് അറ്റാക്ക് ചെയ്യും. അങ്ങനത്തെ വൈരാഗ്യവും അങ്ങനത്തെ വയലൻസ് ആണ് അവർ കാണിക്കുന്നത്. ആറട്ടണ്ണനെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞത് എന്ത് കാര്യത്തിനാണ്? ഞാൻ പുതിയ കമ്മ്യൂണിസ്റ്റ് പോരാ ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ല. ഇതന്നെയാണ് സെന്ററിൽ BJP അനുഭവിക്കുന്നത്. അല്ല, അപ്പൊ എങ്ങനെയാണ് പഴയ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത്? കമ്മ്യൂണിസ്റ്റ് അച്യുത മേനോ അല്ലെങ്കിൽ EMS അവർ നല്ല മനുഷ്യത്വവും വളരെ ബുദ്ധിജീവികളായും ജ്യോതി ബസു അല്ല. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് വളരെ മോശം. പക്ഷെ ആറട്ടണ്ണപ്പോ ആളുകളെ കണ്ടിട്ടാണോ കമ്മ്യൂണിസം ചൂസ് ചെയ്യുന്നത്? കമ്മ്യൂണിസ്റ്റ് നല്ലൊരു ഐഡിയോളജിയാണ്. പക്ഷെ പുതിയൊരു കാൽമാർക്സ് വരാൻ സമയമായി. അങ്ങനെ ഒരു കാൽമാർക്സ് വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് തന്നെയാവോ? കമ്മ്യൂണിസ്റ്റ് തന്നെ ആയിരിക്കും. കമ്മ്യൂണിസ്റ്റിന്റെ ബേസിക് ഐഡിയോളജി നല്ലതാണ്. അപ്പൊ എന്തുകൊണ്ട് ആറട്ടണ്ണൻ അങ്ങനെ ഒരു ആദർശം എടുത്തുകൂടാ? ഞാൻ ഇങ്ങനെ ജീവിച്ചു പോയിക്കോളാം. എനിക്ക് അനലൈസ് ചെയ്യാൻ താല്പര്യമുള്ളൂ, അല്ലെങ്കിൽ അല്ല ആവാൻ താല്പര്യമില്ല. കാരണം ഒരുപാട് കളികൾ കളിക്കും.